ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സങ്കീർത്തനത്തിലൂടെ അസാധ്യങ്ങൾ പലതും സാധ്യമാകും. കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും കർത്താവ് ഇടപെട്ട് നിങ്ങൾക്ക് സഹായവും നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾ ഏത് അവസ്ഥയിൽ, നിങ്ങൾ എവിടൊക്കെയാണെങ്കിലും, ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങളെങ്കിലും, കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതത്വമുണ്ടാകും, എപ്പോഴും സന്തോഷമുണ്ടാകും, എപ്പോഴും സമാധാനമുണ്ടാകും. ഈ ലോകത്തിൻ്റെ യാതൊരു പ്രതികൂല അവസ്ഥയും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്നു, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കാൻ പോകുന്നു, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുന്നു, മക്കളുടെ വിവാഹങ്ങൾ നടക്കാൻ പോകുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. കർത്താവിൽ വിശ്വസിക്കുക. ഈ ലോകത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടാതിരിക്കട്ടെ. കർത്താവിൽ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും അവിടുന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം. എന്തെന്നാൽ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ കണ്ടിരിക്കും. അതിനാൽ ഈ പ്രാർത്ഥന കേൾക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യുക, ദൈവാനുഗ്രഹം പ്രാപിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. വിശ്വസിക്കുക. നമുക്ക് നിയോഗങ്ങളെ വെച്ച് ഈ സങ്കീർത്തനം നമുക്ക് കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 69 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ? കർത്താവേ, എൻ്റെ ഭോഷത്വം അവിടുന്ന് അറിയുന്നു. എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാൻ ഇടയാക്കരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. ഞാൻ ചാക്കൊടുത്തു. അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി. നഗര കവാടത്തിങ്കിലിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി. മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ
അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ, ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ, പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. കർത്താവേ, എനിക്കുത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടതയിലകപ്പെട്ടു, വേഗം എനിക്കുത്തരമരുളണമേ. എൻ്റെ അടുത്തു വന്ന് എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു. എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ. നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരുമുണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായി തീരട്ടെ, അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായി തീരട്ടെ. അവർ കണ്ണ് ഇരുണ്ട് അന്ധരായി പോകട്ടെ, അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ. അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു, അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു. അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ. അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടിപ്പുകഴ്ത്തും. കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കും. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, യൂദായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും. അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നീ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് മുൻപിലുള്ള ചെങ്കടൽ അനുഭവങ്ങളെ രണ്ടായി വിഭജിച്ച് ഞങ്ങളെ സുരക്ഷിതമായി കരം പിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പ്രതികൂല സാഹചര്യങ്ങളെ പൂർവാധികം അതിജീവിക്കാനുള്ള ശക്തിയും ജ്ഞാനവും കൃപയും നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നീ ഞങ്ങളെ എത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ നിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. അവരുടെ തീരുമാനങ്ങൾ ശരിയായിരിക്കും. അവരുടെ പ്രയത്നങ്ങൾ ഫലപ്രദമാകും. അവരുടെ അധ്വാനത്തിന് ഫലമുണ്ടായിരിക്കും. അവരുടെ യാത്രകൾക്ക് സുരക്ഷിതത്വമുണ്ടാകും. അവരുടെ ജീവിതം നിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഏതൊക്കെ പ്രതിസന്ധികൾ ഞങ്ങളെ അലട്ടിയാലും, എത്രയൊക്കെ യുദ്ധവും യുദ്ധഭീഷണികളും ദുരന്തങ്ങളും ഇല്ലായ്മകളും ഞങ്ങളെ തളർത്തിയാലും, കർത്താവ് ശക്തനായ ദൈവത്തിൻ്റെ കരം ഞങ്ങൾ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി.
ഈ പ്രാർത്ഥനയിലൂടെ ആരൊക്കെ നിന്റെ സന്നദ്ധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ, കർത്താവേ, എത്രയും വേഗം കാലതാമസമന്യേ അത് നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന കർത്താവേ, അങ്ങയ്ക്കൊന്നും അസാധ്യമല്ല. ഒരു ലോകം തന്നെ ഞങ്ങൾക്ക് ഇനി തരണം എന്ന് നീ വിചാരിച്ചാൽ അത് സൃഷ്ടിക്കാൻ നിനക്ക് കഴിയും. എൻ്റെ കർത്താവേ, അസാധ്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ, ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കോടതി കേസുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ സമർപ്പിക്കുന്നു. മക്കളുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവരുടെ വേദനയെ സമർപ്പിക്കുന്നു. ഗർഭിണികളായ സഹോദരിമാരെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. കർത്താവേ, കടബാധ്യതയിൽ മുങ്ങിത്താഴുന്നവരെ സമർപ്പിക്കുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. സന്തോഷം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എന്തിനും ഏതിനും ഭയവും ദുഃഖവും പിടികൂടിയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവെ, അവർ ലക്ഷ്യം കാണുന്നതിന്, നിന്നിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് നയിക്കപ്പെടുന്നതിന് നീ അവരിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അലട്ടുന്ന സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇന്നും എന്നേക്കും നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥനയിൽ കൂടി നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗം നീ സാധിച്ചു കൊടുക്കണമേ. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് വൻ കാര്യങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ നീ നടത്തിക്കൊടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനെ അങ്ങയ്ക്ക് നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കപ്പെടുന്നതിന്, ദൈവത്തിൻ്റെ അത്ഭുതം കാണുന്നതിന് ഞങ്ങളെ നീ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ അസാധ്യങ്ങളെ സാധ്യമാക്കി, പ്രതികൂലങ്ങളെ അനുകൂലമാക്കി, നിന്റെ മുൻപിലുള്ള എല്ലാ പ്രതിസന്ധികളെ ശക്തമായി അതിജീവിക്കാനുള്ള കൃപ നൽകി അവിടുന്ന് നിന്റെ നിയോഗങ്ങളെയെല്ലാം സാധിച്ചു തരട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ, ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ പ്രത്യേകമായി ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.